ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ആശാസ് ടേസ്റ്റ് കോർണർ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു ഡബിൾ ഗ്രിൽ പാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് MBHൻ്റെ ഡബിൾ ഗ്രിൽ പാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ്. ഞാൻ ഈ പാൻ ഉപയോഗിച്ചിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, പ്രോൺസ് തന്തൂരി. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇതിൻ്റെ ഒരു അൺബോക്സിങ് ചെയ്യാമോ, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, അതേപോലെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഡബിൾ ഗ്രിൽ പാൻ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ പാൻ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരു ഡിസൈനിങ് ഒക്കെ വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ പാൻ കുറച്ച് ഹെവിയാണ്. ഈ പാനിൻ്റെ ഉള്ളിൽ റബ്ബർ സീലാണ് കാണുന്നത്. ഇത് 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം സ്പെയറാണ്. ഇതിന് ഒരെണ്ണം മതിയാകും. ഇനി ഈ പാനിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഈസി ആയിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. ഒരു ലോക്കാണ് അതുമുള്ളത്. അത് വെടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് എടുക്കാം. ഈ 2 പാനിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ പാനിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ പാനിന് മാഗ്നറ്റിക് ലോക്കാണുള്ളത്. നമ്മളത് അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷറൊന്നും പുറത്തേക്ക് പോവില്ല. മാഗ്നറ്റിക് 1 ടച്ച് ലോക്കിംഗ് മെക്കാനിസമാണ് ഇതിനുള്ളത്. നേരത്തെ മാറ്റി വെച്ച റബ്ബർ സീല് ഇനി എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇനി ഈ ഭാഗത്താണ് നമ്മൾ റബ്ബർ സീല് ഫിറ്റ് ചെയ്യേണ്ടത്. ജസ്റ്റ് അതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുത്താൽ മതിയാകും. അത് ടൈറ്റായിട്ട് അവിടെ തന്നെ ഇരുന്നോളൂ. നമ്മുടെയൊക്കെ പ്രഷർ കുക്കറിന് സീലിംഗ് റിങ് ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇത്. പ്രഷർ പുറത്തേക്ക് പോകാതെ എയർ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള റബ്ബർ സീലാണ്. ഇപ്പോൾ റബ്ബർ സീൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് പാനിലേക്ക് ഫിക്സ് ചെയ്യാം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതിനൊരു ലോക്കാണ് ഇവിടെ ഉള്ളത്. ആ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടത്തി വെച്ച് കഴിഞ്ഞാൽ ടൈറ്റായിട്ട് അവിടെ നിന്നോളും. അതേപോലെ നമ്മളത് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ലോക്കുള്ളത് കൊണ്ട് ടൈറ്റായിട്ട് നിൽക്കും. ഗ്രില്ല് ചെയ്യാനൊക്കെ വളരെ സുഖമാണ്. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 2 സൈഡും വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു ഭാഗം തുറന്നിട്ട് നമുക്ക് മറിച്ചിടേണ്ട ആവശ്യമില്ല. ഈ പാൻ സ്റ്റൗവിലേക്ക് തന്നെ തിരിച്ചു വെച്ച് കൊടുത്താൽ മതിയാകും. ഈ പാനിൻ്റെ പുറത്തേക്ക് പ്രഷർ പോവാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. ഇതിൻ്റെ പെർഫെക്റ്റ് ഹാൻഡിൽ ഡിസൈനിങ് ആണ്. അതുകൊണ്ട് തന്നെ സേഫായിട്ടും കംഫോർട്ടായിട്ടും നമുക്ക് തിരിച്ചു വെച്ച് കൊടുക്കാനായിട്ടൊക്കെ പറ്റും. ഈ ഡബിൾ ഗ്രിൽ പാന് ഓയിൽ വളരെ കുറവേ ആവശ്യമുള്ളൂ. ഇത്രയൊക്കെയാണ് ഈ പാനിൻ്റെ പ്രത്യേകതകൾ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.